നമസ്കാരം. വലിയ പ്രതീക്ഷകളോടെ നമ്മൾ 1202 ആണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ നക്ഷത്രം മകയിരമാണോ? എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയൊരു വഴിത്തിരിവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിച്ച കഠിനമായ അധ്വാനത്തിനും മാനസിക വിഷമങ്ങൾക്കും ഈ പുതിയ വർഷത്തിൽ അർഹമായ ഫലം ലഭിക്കുമോ? സാമ്പത്തിക തടസ്സങ്ങൾ മാറി വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ആ ശുഭസമയങ്ങൾ എന്നു മുതലാണ്? തൊഴിൽ, വിവാഹം, വിദേശയോഗം, ആരോഗ്യം, മകയിരം നക്ഷത്രക്കാർക്ക് 1202 ആണ്ടിൽ കാത്തിരിക്കുന്ന സർപ്രൈസുകൾ എന്തൊക്കെയാണ്? എന്നാൽ അതോടൊപ്പം നിങ്ങൾ അടിയന്തരമായി അറിഞ്ഞിരിക്കേണ്ട ചില വലിയ മുന്നറിയിപ്പുകളുമുണ്ട്. ഇടവക്കൂറിലും മിഥുനക്കൂറിലുമായി പരന്നുകിടക്കുന്ന മകയിരം നക്ഷത്രക്കാരുടെ 1202 ആണ്ടിലെ ഏറ്റവും കൃത്യവും സമ്പൂർണവുമായ പുതുവർഷ ഫലമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായി കാണൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവർഷമായി 1202 മാറ്റൂ. ഇടവക്കൂറിലും മിഥുനക്കൂറിലുമായി പരന്നുകിടക്കുന്ന മകയിരം നക്ഷത്രക്കാരുടെ 1202 ആണ്ടിലെ കൃത്യവും സമ്പൂർണവുമായ പുതുവർഷ ഫലമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ചൊവ്വയുടെ ആധിപത്യമുള്ള നക്ഷത്രമാണ് മകയിരം. കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാനുള്ള കഴിവ്, സത്യസന്ധത, ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കാത്ത ആത്മവിശ്വാസം, ഇതൊക്കെയാണ് മകയിരം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ കരുത്ത്. മകയിരത്തിന്റെ ആദ്യ പകുതി ഇടവക്കൂറിലും രണ്ടാം പകുതി മിഥുനക്കൂറിലുമാണ് വരുന്നത്. 1202 ആണ്ട് മകയിരം നക്ഷത്രക്കാർക്ക് മാറ്റങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും വർഷമാണ്. ചൊവ്വയുടെ ഊർജത്തോടൊപ്പം വ്യാഴത്തിന്റെയും രാഹുകേതുകളുടെയും ഗ്രഹമാറ്റങ്ങൾ നിങ്ങൾക്ക് പല മേഖലകളിലും വഴിത്തിരിവുകൾ സമ്മാനിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ തടസ്സപ്പെട്ടു പോയ പദ്ധതികൾ വീണ്ടും സജീവമാകും. സമൂഹത്തിൽ നിങ്ങളുടെ വാക്കിന് വലിയ അംഗീകാരം വർദ്ധിക്കും. ഇടവക്കൂറിലുള്ള മകയിരംകാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം, മിഥുനക്കൂറിലുള്ളവർക്ക് തൊഴിലിൽ വൻ മുന്നേറ്റവും ഈ വർഷം പ്രതീക്ഷിക്കാം. തടസ്സങ്ങൾ വരുമെങ്കിലും സ്വന്തം ബുദ്ധിശക്തി കൊണ്ടും പരിശ്രമം കൊണ്ടും നിങ്ങൾ അതിനെയെല്ലാം അതിജീവിക്കും. ഇനി തൊഴിൽ രംഗത്ത് 1202 ആണ്ട് നിങ്ങൾക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണിത്. നിങ്ങൾ അർപ്പിച്ച കഠിനാധ്വാനത്തിന് മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കുകയും ദീർഘകാലമായി കാത്തിരിക്കുന്ന പ്രൊമോഷനും ശമ്പള വർധനവും കൈവരികയും ചെയ്യും. IT, എഞ്ചിനീയറിംഗ്, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ്, മീഡിയ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മകയിരംകാർക്ക് ഈ വർഷം മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ നല്ല ഓഫറുകൾ ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിസ നടപടികൾ സുഗമമായി പൂർത്തിയാകും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് വിപുലീകരിക്കാനും പുതിയ ശാഖകൾ തുടങ്ങാനും ഈ വർഷം അനുയോജ്യമാണ്. എന്നാൽ കൂട്ടുകച്ചവടത്തിൽ ഒപ്പുവെക്കുമ്പോൾ നിയമവശങ്ങൾ കൃത്യമായി പരിശോധിക്കാൻ മറക്കരുത്. സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരുമ്പോൾ 1202 ആണ്ടിൽ മകയിരം നക്ഷത്രക്കാർക്ക് ധനവരവിൽ കാര്യമായ വർധനവ് പ്രതീക്ഷിക്കാം. മുൻകാലങ്ങളിൽ ബാക്കി വന്ന കടങ്ങൾ വീട്ടി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഭൂമി വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ലാഭകരമായ ഇടപാടുകൾ നടക്കും. പുതിയ വീട് പണിയാനും വാഹനം സ്വന്തമാക്കാനും സ്വപ്നം കണ്ടിരുന്ന മകയിരംകാർക്ക് ഈ വർഷം അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കയ്യിൽ പണം വന്നു ചേരുമ്പോൾ അനാവശ്യമായ ആഡംബരങ്ങൾക്കും ആലോചിക്കാതെയുള്ള നിക്ഷേപങ്ങൾക്കും പണം ചെലവഴിക്കരുത്. റിസ്ക് കൂടിയ ഷെയർ മാർക്കറ്റ് നിക്ഷേപങ്ങളിൽ വിദഗ്ധരുടെ ഉപദേശം തേടിയ ശേഷം മാത്രം തീരുമാനമെടുക്കുക. കുടുംബജീവിതത്തിലും പ്രണയത്തിലും 1202 ആണ്ട് മകയിരംകാർക്ക് സന്തോഷവും സമാധാനവും നൽകും. അവിവാഹിതരായ മകയിരം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഈ വർഷം സാധിക്കും. പ്രണയബന്ധങ്ങളിൽ ദൃഢത കൂടുകയും അത് വിവാഹത്തിലേക്ക് വഴിമാറുകയും ചെയ്യും. കുടുംബത്തിൽ ഏവരുടെയും പിന്തുണ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് കൂടുതൽ സന്തോഷം നൽകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചെറിയ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ രക്തസമ്മർദ്ദം, അമിതമായ കോപം, ഡ്രൈവിംഗിലെ ശ്രദ്ധക്കുറവ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ യാത്രകളിൽ ജാഗ്രത പാലിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കൃത്യമായ ഭക്ഷണ രീതിയും വ്യായാമവും ശീലമാക്കുക. 1202 ആണ്ടിൽ തടസ്സങ്ങൾ പൂർണ്ണമായി മാറി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ മകയിരം നക്ഷത്രക്കാർ ചെയ്യേണ്ട ചില ലളിതമായ വഴിപാടുകൾ കൂടി പറയാം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പഞ്ചാമൃത നിവേദ്യമോ പാൽപായസമോ വഴിപാടായി നൽകുകയും ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും സർവ്വവിഘ്നങ്ങൾക്കും പരിഹാരമാണ്. ദിവസവും വീടുകളിൽ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനഃശാന്തിയും ഐശ്വര്യവും തരും. അപ്പോൾ മകയിരം നക്ഷത്രക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും 1202 ആണ്ട് സകല സമൃദ്ധിയും വിജയവും നിറഞ്ഞതായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മകയിരം നക്ഷത്രക്കാരായ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടുതൽ നക്ഷത്ര ഫലങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെക്കൂ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.